യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു ഗോപാദാസ് എന്ന് പറഞ്ഞൊരു ഇസ്കോൺ സന്യാസിയുണ്ട്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ കഥ ഇരിക്കുന്നതാണ്. ഒരു സിനിമ തിയേറ്ററാണ്. അവാർഡുകളൊക്കെ നേടിയ ഒരു സിനിമയാണ്, ഒരു ഷോർട്ട് ഫിലിം. സിനിമ തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ കാണിക്കുന്ന ഒരു വെളുത്ത സ്ക്രീനാണ്, ഇതേപോലൊരു വൈറ്റ് സ്ക്രീൻ. 2 മിനിറ്റായി, 3 മിനിറ്റായി, 4 മിനിറ്റായി അതേ വൈറ്റ് സ്ക്രീൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ മാറുകയില്ല. അപ്പോൾ തിയേറ്ററിനകത്ത് ചെറിയ പത്രങ്ങളൊക്കെ തുടങ്ങി. എന്താണിത്? കഴിഞ്ഞ 4-5 മിനിറ്റായിട്ട് ഒരേ വിഷ്വൽ തന്നെയാണ്. അവാർഡ് കിട്ടിയ സിനിമ തന്നെ. അവാർഡ് സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന എന്താണ്? അത് പതിയെ തീരുന്ന അനങ്ങുന്ന ഒന്നല്ലേ. 8ാമത്തെ മിനിറ്റിൽ സ്ക്രീൻ ക്യാമറ ചലിച്ചു തുടങ്ങി. ക്യാമറ പതിയെ അനങ്ങുന്ന സമയത്ത് ഒരു ഫാൻ ഇങ്ങനെ കറങ്ങാണ്. 10 നേരം കാണിച്ചുകൊണ്ടിരുന്നത് ഒരു വൈറ്റ് റൂഫാണ്, മുതത്തെ റൂഫാണ്. നേരെ താഴേക്ക് ക്യാമറ പോവുക. 25 വയസ്സുള്ള ജെറിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖത്തറിൽ മണർന്ന് കിടക്കുകയാണ്. വൈകുന്നേരം എഴുതി കാണിക്കുകയാണ്. കഴിഞ്ഞ 8 മിനിറ്റ് ഒരേ കാഴ്ച തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് സ്ക്രീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും മടുപ്പുണ്ടായി? ജെറിൻ ആക്സിഡൻറ്റ് പറ്റി 25ാമത്തെ വയസ്സിൽ ഒട്ടും ചലിക്കാൻ കഴിയാതെ ഈ ഒരു കിടപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് ഈ ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത് ഈ കറങ്ങുന്ന ഫാനും ഈ വെറുത്ത രൂപം മാത്രമാണ്. 8 മിനിറ്റ് നിങ്ങൾക്കത് കണ്ടപ്പോൾ മടുപ്പ് തോന്നി. 8 മിനിറ്റ് നിങ്ങളുടെ ഒരേ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇനി കാണാൻ വേറെ കാഴ്ചകളൊന്നും തന്നെയില്ല. ഗുരു ഇത് പറയുന്ന സമയത്ത് എൻ്റെ നെഞ്ചിനകത്തൊരു പെടച്ചിലുണ്ടായി. കാരണം ഞാൻ ജെറിൻ്റെ സ്ഥാനത്ത് കണ്ടത് തന്നെയാണ്. ജെറിൻ എന്ന് പറയുന്ന ഗുരുഗോപാദാസ് പറഞ്ഞ കഥയിലെ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്. കാരണം അയാൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാം. എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെ നാവുകളും എൻ്റെ കണ്ണുകളും മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത് എൻ്റെ ഇഷ്ടത്തിൽ. ഞാൻ ആ ചെറുപ്പക്കാരൻ ഖത്തറിൽ കിടന്ന് നീളുന്ന ജീവിതം, ആ കറങ്ങുന്ന ഫാനും വെളുത്ത റൂഫും കണ്ടുകൊണ്ട് തീർക്കണം എന്ന് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇതേപോലെ തീർന്നു പോകേണ്ട ഒരാളായിരുന്നു ഞാനും എന്നതായിരുന്നു. ദൈവത്തിന് നന്ദി. ഒരുപാട് കുറവുകൾ എനിക്ക് തന്നുവെങ്കിലും
ഭംഗിയുള്ള കുറേ മനുഷ്യന്മാരുടെ, കുറേ ഉലച്ചുള്ള മനുഷ്യന്മാരെ ഇടയിലേക്കാണ് അവൻ എന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്.